രാവിലത്തെ ഇഡ്ഡലി ബാക്കിയുണ്ടോ? എന്നാൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. ഇഡ്ഡലി എല്ലാം ഈ ഒരു ഷേപ്പിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ മുറിച്ചെടുത്ത ഇഡ്ഡലിയിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി ഇടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ്. ഇഡ്ഡലിയിൽ ഓൾറെഡി ഉപ്പുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പിടാൻ. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ബീഫ് മസാലയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ടെടുത്തിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് നമുക്ക് നന്നായി മൊരിയിപ്പിച്ചെടുക്കണം. അങ്ങനെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. അവസാനം കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് ചീന്തിയതും കൂടി ഇട്ട് മൂപ്പിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്താൽ സംഗതി റെഡിയായി. അപ്പോൾ എങ്ങനെയാ, കഴിക്കാൻ തുടങ്ങല്ലേ? അപ്പോൾ ഇതിന് കൂട്ടായിട്ട് കുറച്ച് സോസും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ സോസിലും കൂടി മുക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി സ്വാദ് കൂടും കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ബാക്കിയായിട്ടുണ്ടെങ്കിൽ ഈ പുതിയൊരു പലഹാരം ഉണ്ടാക്കി കൊടുത്തിട്ട് എല്ലാവരും ഞെട്ടിച്ചോളൂ. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ബൈ, താങ്ക് യു.